സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ടും ടിക്കറ്റിനായി നൽകിയത് സീറോ വാല്യൂ പ്രിയദർശിനി ടിക്കറ്റുകളാണെന്ന് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരം. ഇത്തരത്തിൽ പണം വാങ്ങി സർക്കാർ പദ്ധതിയെ മറയാക്കി തട്ടിപ്പ് നടത്തിയ 3 കണ്ടക്ടർമാരെ കെഎസ്ആർടിസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഭവം പുറത്തു വന്നതോടെ കെഎസ്ആർടിസിയിലും ഗതാഗത വകുപ്പിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ബസ്സുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത്. സാധാരണയായി പ്രിയദർശിനി ടിക്കറ്റുകൾ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ചില കണ്ടക്ടർമാർ പുരുഷ യാത്രക്കാരിൽ നിന്ന് സാധാരണ ടിക്കറ്റിന്റെ മുഴുവൻ തുകയും വാങ്ങിയ ശേഷം സിസ്റ്റത്തിൽ സീറോ വാല്യൂ പ്രിയദർശിനി ടിക്കറ്റാണ് ഇഷ്യൂ ചെയ്തതെന്നാണ് കണ്ടെത്തൽ. ഇതിലൂടെ സർക്കാർ രേഖകളിൽ യാത്ര സൗജന്യമായതായി കണക്കാക്കുമ്പോൾ യാത്രക്കാരിൽ നിന്ന് വാങ്ങിയ പണം കണ്ടക്ടർമാർ സ്വന്തം കൈവശം സൂക്ഷിച്ചെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. പത്തനാപുരം ഡിപ്പോയിലെ ഒരു കണ്ടക്ടർക്കെതിരെയാണ് ഏറ്റവും വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. 18 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ട ഒരു പുരുഷ യാത്രക്കാരന് സീറോ വാല്യൂ പ്രിയദർശിനി ടിക്കറ്റ് നൽകിയെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടക്ടറുടെ ബാഗിൽ കണക്കിൽപ്പെടാത്ത 40 രൂപ അധികമായി കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. സമാനമായ രീതിയിൽ മറ്റ് കണ്ടക്ടർമാരും ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയതോടെയാണ് മൂവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. സംഭവം പുറത്തു വന്നതോടെ കൊല്ലം ജില്ലയിലുടനീളം പ്രിയദർശിനി ബസ്സുകളിൽ വിജിലൻസ് ഇൻസ്പെക്ടർമാരുടെ പരിശോധന ശക്തമാക്കാൻ, കൂടുതൽ യാത്രക്കാരുള്ള റൂട്ടുകളിൽ ഇത്തരം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും വിശദമായി പരിശോധിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഈ തട്ടിപ്പ് സർക്കാരിനും കെഎസ്ആർടിസിക്കും ഒരുപോലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതാണെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. കാരണം സർക്കാർ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്കുള്ള തുക പിന്നീട് കെഎസ്ആർടിസിക്ക് നൽകുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പുരുഷ യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങിയിട്ടും രേഖകളിൽ അത് സൗജന്യ യാത്രയായി കാണിച്ചാൽ സർക്കാർ അനാവശ്യമായി നഷ്ടം വഹിക്കേണ്ടി വരും. അതേസമയം യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയ പണം ഔദ്യോഗിക കണക്കിൽ വരാതിരുന്നതിനാൽ കെഎസ്ആർടിസിക്കും നഷ്ടമുണ്ടാകുന്നു. ഇതിനോടൊപ്പം മറ്റൊരു ഗുരുതര ആരോപണവും ഉയർന്നിട്ടുണ്ട്. കൃത്യമായി കളക്ഷൻ വർദ്ധിപ്പിച്ച് ബത്തയും കൈപ്പറ്റിയതായാണ് വിവരം. നിലവിലെ ചട്ടപ്രകാരം ഒരു കണ്ടക്ടർ ദിവസത്തിൽ 14,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കാണിച്ചാൽ 1% ബത്ത ലഭിക്കും. 20,000 രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ രേഖപ്പെടുത്തിയാൽ പ്രതിദിനം ഏകദേശം 200 രൂപ വരെ അധിക ബത്ത ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ കളക്ഷൻ കണക്കുകളിൽ കൃത്രിമം കാട്ടി സാമ്പത്തിക നേട്ടവും ചില ജീവനക്കാർ നേടിയിട്ടുണ്ടാകാമെന്ന സംശയവും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. സ്ത്രീകളുടെ യാത്രാ ചെലവിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചത്. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും കെഎസ്ആർടിസി ഓർഡിനറി വിഭാഗം ബസ്സുകളിൽ സൗജന്യ യാത്രയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ സർവീസുകളാണ് പദ്ധതി നിലവിലുള്ളത്. പ്രതിദിനം ശരാശരി 7.25 ലക്ഷം സ്ത്രീകളാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. സംസ്ഥാനത്താകെ ഏകദേശം 3125 ഓർഡിനറി ബസ്സുകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്നത്. ഇത്രയും വലിയ ജനപങ്കാളിത്തമുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതിനാൽ സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത്. സംഭവം പുറത്തു വന്നതോടെ കെഎസ്ആർടിസിയിൽ കൂടുതൽ പരിശോധനകൾ നടത്താനും സമാനമായ രീതിയിൽ മറ്റ് ഡിപ്പോകളിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്ന ജീവനക്കാർക്കെതിരെ കർശന വകുപ്പുതല നടപടികളും സ്വീകരിക്കുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്.